കണ്ണൂർ CPM-ൽ വീണ്ടും പൊട്ടിത്തെറികളും കലാപങ്ങളും. MV ജയരാജനെ തള്ളി MV ഗോവിന്ദൻ രംഗത്ത് വന്നിരുന്നു. ഈ V കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും, അതായത് തളിപ്പറമ്പ് പയ്യന്നൂർ വിഷയം. നേരത്തെ വാർത്തകളും അപ്ഡേറ്റുകളും ഒക്കെ തന്നെ കർമ്മ ന്യൂസ് നൽകിയിരുന്നു. അതായത് ഇവർ തെറ്റിദ്ധരുത്തി വന്നാൽ പാർട്ടി ഇവരെ സ്വീകരിക്കും, ഒറ്റപ്പെടുത്തില്ല. എന്നാൽ ഇവർ വർഗവഞ്ചകരാണ്, അല്ലെങ്കിൽ കോടാലി കൈയാണ്, നികൃഷ്ട ജീവികളാണ് തുടങ്ങിയ കാര്യങ്ങളാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. ഈ പദപ്രയോഗങ്ങളൊക്കെ CPM-ന്റെ നിഘണ്ടുവിലുള്ളതാണ്. അവർ പലപ്പോഴും എടുത്ത് പ്രയോഗിക്കുന്നതാണ്. പ്രത്യേകിച്ചും ഈ വർഗവഞ്ചകനും കോടാലിക്കൈയും ഒക്കെ തന്നെ, ചട്ടുകം, ഇങ്ങനെയുള്ള ചില പദങ്ങൾ അത് അവർക്ക് മാത്രം സ്വീകാര്യമായ മലയാള ഭാഷയിലെ പ്രയോഗങ്ങളാണ്. എന്നാലും ഇവരാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ഈ വിഷയത്തിൽ പയ്യന്നൂർ MLA V കുഞ്ഞികൃഷ്ണൻ ശക്തമായി തന്നെ പ്രതികരിച്ചു. അദ്ദേഹം പറയുന്നത്, ഇലക്ഷന്റെ അന്ന് പോലും അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ചു, അദ്ദേഹത്തിന്റെ കൂടെ നിന്നവരെ ക്രൂരമായി പീഡിപ്പിച്ചു, മതിൽ പൊളിച്ചു, അദ്ദേഹത്തിന്റെ മതിൽ പൊളിച്ചു, അദ്ദേഹത്തിനൊപ്പം നിന്നവരുടെ മതിൽ പൊളിച്ചു, ബൈക്ക് കത്തിച്ചു, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി, ഇതൊക്കെ ചെയ്തു. ചുവരെഴുത്ത് മാറ്റിയതൊക്കെ ചെറിയ കാര്യം. അത്രയും ക്രൂരമായി ഒരു വ്യക്തിയോട്, ഒരു സത്യം തുറന്നു പറഞ്ഞ ഒരു വ്യക്തിയോട്, നേരി ചൂണ്ടിക്കാട്ടിയ ഒരു വ്യക്തിയോട് പെരുമാറിയ CPM-നോട് എന്തു വന്നാലും CPM എന്തൊക്കെ അരിയിട്ട് വാഴിച്ചാലും പൂവിട്ട് പൂജിച്ചാലും അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കില്ല എന്നുള്ള വ്യക്തമായ ഉത്തരമാണ് V കുഞ്ഞികൃഷ്ണൻ മാധ്യമങ്ങളോട് നൽകിയത്. തെറ്റ് ചൂണ്ടിക്കാട്ടാതെ തിരുത്താനാകില്ലല്ലോ. കോടാലിക്കൈ എന്നൊക്കെയുള്ളത് പാർട്ടിയുടെ പ്രയോഗമാണ് എന്നാണ് കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. ജയരാജന്റെ പ്രസ്താവനയോട് പയ്യന്നൂർ MLA പ്രതികരിക്കുകയായിരുന്നു. തെറ്റ് ചൂണ്ടിക്കാണിക്കാതെ തിരുത്താൻ കഴിയുകയില്ലല്ലോ. എന്ത് തെറ്റാണ് താൻ ചെയ്തത്? സത്യം തുറന്നു പറഞ്ഞതാണോ? നേരി ചൂണ്ടിക്കാട്ടിയതാണോ? ഒരാൾ ചെയ്ത തെറ്റ് അത് ശരിയല്ല, അത് പാർട്ടിക്കും പൊതുസമൂഹത്തിനും ചേരുന്നതല്ല എന്ന് പറഞ്ഞതാണോ? വർഗവഞ്ചകൻ എന്നത് വ്യാഖ്യാനമാണ്. അച്ചടക്ക ലംഘനം കാണിക്കുന്നവർക്ക് നേരെ പ്രയോഗിക്കാൻ ഈ പദാവലികൾ CPM-ന്റെ നിഘണ്ടുവിലുണ്ട്. കോടാലിക്കൈ, വർഗവഞ്ചകൻ, ഒറ്റുകാരൻ തുടങ്ങിയ പദാവലികൾ സ്ഥാനത്തും അസ്ഥാനത്തും പ്രയോഗിക്കുന്ന നിലയാണ് CPM-ൽ ഉള്ളത്. അതൊക്കെ എല്ലാവർക്കും അറിയാം, സഖാക്കൾക്കും അറിയാം, നേതാക്കൾക്കും അറിയാം, ജനങ്ങൾക്കും അറിയാം. MV ജയരാജൻ ഉന്നയിക്കുന്നത് സമീപകാലത്തെ വിഷയമാണെന്നും എന്തിനാണ് അച്ചടക്ക നടപടി സ്വീകരിച്ചത് എന്ന് പാർട്ടി ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്നും കുഞ്ഞികൃഷ്ണൻ പറയുന്നു. താൻ സ്വതന്ത്ര MLA ആണ്, തന്നെ ജനങ്ങളാണ് തെരഞ്ഞെടുത്തത്, പാർട്ടിക്ക് പുറത്തേക്ക് പോയതല്ല, പാർട്ടി പുറത്താക്കിയതാണ്. പാർട്ടിയിലേക്ക് തിരിച്ചു പോകുന്നതിനെ കുറിച്ച് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. അങ്ങനെ തീരുമാനിച്ചാൽ കൂടി തനിക്ക് പലതും ആലോചിക്കാനുണ്ട്. കാരണം ഈ പാർട്ടി ജനങ്ങളെ വഞ്ചിച്ച, പാവപ്പെട്ട രക്തസാക്ഷിയെ, ആ രക്തസാക്ഷിയുടെ കുടുംബത്തെ പോലും വഞ്ചിച്ച പാർട്ടിയാണ്. ആ പാർട്ടിയിലേക്ക് താൻ ഇനി പോകണമോ വേണ്ടയോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും പുനഃപരിശോധിക്കേണ്ടി വരും എന്ന കാര്യമാണ്. ആദ്യം ചെയ്ത തെറ്റിനെ കുറിച്ച് പറയട്ടെ, എങ്കിൽ മാത്രമേ തിരുത്താൻ കഴിയൂ. താൻ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ്, അതല്ല എന്ന് പറയാൻ പറ്റില്ല. CPM പാർട്ടിയുടെ മെമ്പർഷിപ്പ് വേണമെന്നില്ലല്ലോ കമ്മ്യൂണിസ്റ്റുകാരനാകാൻ. അതുതന്നെയാണ് നിയമസഭയിൽ പലവട്ടം G സുധാകരനും പറയുന്നത്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ് താൻ്റെ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അതല്ല എന്ന് പറയാൻ MV ഗോവിന്ദനോ പിണറായി വിജയനോ MA ബേബിക്കോ കഴിയുമോ? ഒരിക്കലുമില്ല. എന്തായാലും V കുഞ്ഞികൃഷ്ണന് വലിയൊരു മൈലേജ് ആയിട്ടുണ്ട് ഈ വിഷയങ്ങളൊക്കെ തന്നെ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരു ഇന്റർവ്യൂവിൽ വിളിച്ചു പറഞ്ഞ് പാർട്ടിയിൽ ഒരു ചെറിയ പ്രതിസന്ധി ഉണ്ടാക്കാൻ MV ജയരാജന് കഴിഞ്ഞു. ഈ പാർട്ടിയിൽ മുഴുവൻ പ്രതിസന്ധിയാണ്. അത് ഒന്ന് ഊതിപ്പെരിപ്പിക്കാനോ അല്ലെങ്കിൽ അത് ഒന്ന് ഊതി കത്തിക്കാനോ MV ജയരാജന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിന്റെ മറ്റൊരു കാര്യം.